കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. മകളെ, നിമിഷങ്ങളിലെല്ലാം വളരെ ശാന്തമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിന്റെ ആഴമേറിയ വേദനകളും സങ്കടങ്ങളൊക്കെ ഈശ്വരടുത്ത് പറയാം. ഹൃദയം അങ്ങോട്ട് ശാന്തമാക്കുക, നിശബ്ദമാക്കുക. പല കാര്യങ്ങളെ പ്രതി നിന്റെ ഹൃദയം അസ്വസ്ഥപ്പെടുന്നില്ലേ? ഇളകി മറിഞ്ഞ കടൽ പോലെയല്ലേ നിന്റെ ഹൃദയം? ശാന്തമാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലാണ് ശാന്തത കിട്ടുക. ഇവന്റെ സാന്നിധ്യത്തിലാണ് സമാധാനം കിട്ടുക. ഇവന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് നിനക്ക് നിലനിൽക്കുന്ന ആനന്ദം കിട്ടുക. ബാക്കിയെല്ലാം കടന്നുപോകും. വളരെ ശാന്തമായിട്ട് നിന്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളൊക്കെ ദൈവത്തോടുള്ള സ്നേഹമായിട്ട് മാറട്ടെ, പ്രാർത്ഥനയായിട്ട് മാറട്ടെ. നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതായിട്ട് മാറട്ടെ. ഈശോയെ, ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം നിന്റെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നു. ഇതാ ഞങ്ങളുടെ സങ്കടങ്ങൾ നിന്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുന്നു. ഇതാ ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളും വേദനകളെല്ലാം ഇറക്കി വയ്ക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമ്മൾ വേറെ ആരെയും ശ്രദ്ധിക്കേണ്ട, തമ്പുരാനെ മാത്രം നോക്കുക. നീയും നിന്റെ ഈശോയും മാത്രം. നിന്റെ ഈശോയോടടുത്ത് നിന്റെ എല്ലാ വേദനകളും പറയുക. സ്തുതിക്കണമെന്ന് നിർബന്ധമില്ല. വളരെ ശാന്തമായിട്ട് ഹൃദയം കൊണ്ട് നീ ഈശോയോട് സംസാരിക്കുക. ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ തമ്പുരാനോട് നീ പറയുക, ദൈവമേ, ഇതാണ് എൻ്റെ അവസ്ഥ. ദൈവമേ, ഇതാണ് ഞാൻ വഹിക്കുന്ന ഭാരം. ഈശോയെ, ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തെ ഈ നാളുകളിൽ പിടിച്ചുലയ്ക്കുന്നത്. ദൈവമേ, നാളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും എന്നെ അമിതമായി ആകുലപ്പെടുത്തുന്നുണ്ട്. എന്തായി തീരും, എവിടെ ചെന്നതൊക്കെ അവസാനിക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടുത്തവും കിട്ടുന്നില്ല. രോഗാവസ്ഥകളുടെ നടുവിൽ തമ്പുരാൻ ഒത്തിരി വേദനിക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ വെന്റിലേറ്ററിലൊക്കെ ആയി കിടക്കുന്നവരുണ്ട്. മരണം മുന്നിൽ കണ്ടു കഴിയുന്ന ചില ജീവിതങ്ങളുണ്ട്. ദൈവമേ, ഒത്തിരി സങ്കടങ്ങളും വേദനകളൊക്കെ ഉണ്ട്. നിനക്കറിയാലോ, നിനക്കറിയാൻ പാടില്ലാത്തതൊന്നുമില്ലല്ലോ ഈശോയെ. എല്ലാം അറിയുന്ന തമ്പുരാൻ്റെ മുമ്പിൽ, എല്ലാം മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ ഹൃദയം തുറക്കുക. പങ്കുവയ്ക്ക്, ഈശോയോട് പറ. എല്ലാം പങ്കുവയ്ക്കട്ടെ. കരങ്ങളെ രണ്ടും മാറോട് ചേർത്ത് കണ്ണുകൾ തുറന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി. മക്കളെ, നിങ്ങളുടെ കുടുംബാംഗങ്ങള്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവര്, നിങ്ങളോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവര്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവര് എല്ലാവരെയും ഈശോയ്ക്ക് കൊടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഈശോ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു. 13-ാം അധ്യായം 1-ാമത്തെ വചനം. ഈശോ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ് ഈശോ തൻ്റെ അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം തെരഞ്ഞെടുത്ത് നൽകിയ അപ്പസ്തോലന്മാർക്ക് വേണ്ടി ഈശോ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം നമുക്കും തെരഞ്ഞെടുത്ത് തന്നവരില്ലേ? ദൈവം നമ്മുടെ ജീവിതത്തോടും കൂട്ടിച്ചേർത്തവരില്ലേ? നമ്മുടെ സഹോദരങ്ങള്, കൂടപ്പിറപ്പുകള്, കൂട്ടുകാര്, മാതാപിതാക്കള്, മക്കള്, ബന്ധുമിത്രാദികള്, ഉറ്റ സുഹൃത്തുക്കൾ, അങ്ങനെ പലരെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തതാണ്. ദൈവം തന്നതും കൂട്ടിച്ചേർത്തതുമായിട്ടുള്ള ഒത്തിരി സ്നേഹങ്ങളില്ലേ, സ്നേഹബന്ധങ്ങളില്ലേ? അവരെല്ലാം ഈശോയ്ക്ക് കൊടുത്തേ. എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. യേശുവാണ് നമ്മുടെ അവകാശം. ഇതൊന്നുമല്ല നമ്മുടെ അവകാശം. നമ്മുടെ അവകാശം കർത്താവാണ്. ഇതെല്ലാം ദൈവം തന്നതാണ്. ദൈവം തന്നതല്ല നമ്മുടെ അവകാശം. ദൈവം തന്നെയാണ് നമ്മുടെ അവകാശം. അവരെയും അവരുടെ വേദനകളെല്ലാം ഈശോയ്ക്ക് കൊടുത്തേ.
മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ടോ? കൊടുക്ക്. ജീവിത പങ്കാളി ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടോ? കൊടുക്ക്. ജീവിത പങ്കാളിയല്ല നിന്റെ അവകാശം, ദൈവമാണ് നിന്റെ അവകാശം. തമ്പുരാനാണ് നിനക്കൊരു അവകാശം തന്നത്. മാതാപിതാക്കളെ ഓർത്ത് വേദനിക്കുന്നവര് അവരെ ഈശോയ്ക്ക് കൊടുത്തേ. കർത്താവിൽ നിന്റെ അവകാശം കണ്ടെത്തുന്നതാണ് യഥാർത്ഥ ആത്മീയ അർത്ഥം കിട്ടുക. ഈശോയെ, പേരുകൾ പറഞ്ഞു കൊടുക്കുക. പേരുകൾ ഓരോന്ന് പറ. കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ ആദ്യം സമർപ്പിക്കുക. അപ്പനുണ്ടോ? അപ്പൻ്റെ പേര് പറ. അമ്മയുണ്ടോ? അമ്മയുടെ പേര് പറ. മക്കളുണ്ടെങ്കിൽ മക്കള്, കൂടപ്പിറപ്പുകളുണ്ടെങ്കിൽ അവരുടെ എല്ലാ പേരുകൾ പറ. ഇവിടെ അവസ്ഥകളൊക്കെ ഈശോയുടെ പറ. ഈശോ, എൻ്റെ പപ്പയെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോ, എൻ്റെ മമ്മിയെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോ, എൻ്റെ സഹോദരങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ദാനമായി നൽകിയ മക്കളെ സമർപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുക. കർത്താവ്, നീ നൽകിയ ഉറ്റ സുഹൃത്തുക്കളെ ഓർത്ത് നന്ദി പറയുന്നു. സ്നേഹിതരെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളെ ആത്മീയമായി പരിപോഷിപ്പിക്കുന്നവരെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവസ്നേഹത്തിൽ ഞങ്ങൾ ഇന്നോളം കൈപിടിച്ചവരെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് കൂദാശകൾ പരികർമ്മം ചെയ്തു തന്ന വൈദികരെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയേണ്ടതുണ്ട്, അല്ലേ? ആ സ്നേഹങ്ങളെ, ആ സ്നേഹബന്ധങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. എന്നിട്ട് ഈശോയാണ് എല്ലാറ്റിൻ്റെ അവകാശം. ദൈവമാണ് നമ്മുടെ അവകാശം. ബാക്കിയെല്ലാം ദൈവം തന്നതാണ്. ബാക്കിയെല്ലാം ദൈവം തന്നതാണെങ്കിൽ തിരിച്ച് ദൈവത്തിന് കൊടുക്കണ്ടേ? ദൈവം മാത്രമാകട്ടെ നമ്മുടെ അവകാശം. ദൈവം മാത്രമാകട്ടെ മക്കളെ നമ്മുടെ അവകാശം. ഈശോയെ, ആരെല്ലാം അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം കൊടുത്ത് ഹൃദയം കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങളെ തുറന്ന് യാചനാപൂർവ്വം പിടിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ആരെയൊക്കെ ഈശോയിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെ നിങ്ങളുടെ കരങ്ങളിൽ എടുത്തു പിടിക്കാം. ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിലെടുക്കുക. ഏതെല്ലാം വിഷയങ്ങളിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയത്തെയും എടുക്കുക. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഭാരം, ഒരു അസ്വസ്ഥത, വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖല, വിടുതൽ കിട്ടേണ്ട വിഷയങ്ങൾ ഒക്കെ ഉണ്ടാകാം. അതുകൂടി ഈശോയുടെ കരങ്ങളിലേക്ക് എടുക്കുക. കർത്താവിലേക്ക് നീട്ടിപ്പിടിക്കാം. തമ്പുരാൻ ആശീർവദിക്കുമ്പോൾ മക്കളെ ആ വിഷയത്തിന്റെ മേൽ ഒരു അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുക. തമ്പുരാന്റെ ആശീർവാദം കടന്നു വരുമ്പോൾ ആ വിഷയത്തിന്റെ മേൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന് നീ വിശ്വസിക്കുക. വേറെ കാര്യങ്ങളൊന്നും മനസ്സിൽ സൂക്ഷിക്കണ്ട. ഇപ്പോൾ കർത്താവ് ആശീർവദിക്കാൻ പോകും. ഈശോ തന്നെയാണ് നിന്നെ ആശീർവദിക്കുന്നത്. ജീവിക്കുന്ന കർത്താവ് കൈവച്ച് ആ വിഷയത്തെ തൊടാൻ പോവാം. ജീവിക്കുന്ന ദൈവം തൻ്റെ വലതുകരം വെച്ച് ആ വിഷയത്തിന്റെ മേൽ ഒരു അത്ഭുതം ചെയ്യാൻ പോവാം. ദൈവമേ, നീ ഒരു അത്ഭുതം ചെയ്യണമേ, എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധത്തിൽ തമ്പുരാനെ നീ അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട്, ഇതെന്തുവാകട്ടെ, നിങ്ങളുടെ പേഴ്സണൽ വിശദീകരണം നടക്കേണ്ട മേഖലകളോ, വിടുതൽ നടക്കേണ്ട മേഖലകളോ, കുടുംബത്തിൻ്റെയോ തടസ്സമോ, ജോലിയോ, വിവാഹം, എന്തുവാകട്ടെ, എല്ലാറ്റിൻ്റെ മേലും ദൈവത്തിൻ്റെ വൻകരം വെളിപ്പെടാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ,
ആരാധന യേശുവേ